So, എല്ലാവർക്കും നമസ്കാരം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, അഭിജിത്ത് മാണി. ഓൾറെഡി അറിയാം എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുകയാണ്. ഈ അപെക്സ് ടോക്കണിന്റെ നമ്മുടെ ഈ വെബിനാറിൽ പങ്കെടുത്ത ജോയിൻ ആയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രോജക്റ്റിന്റെ രണ്ടാമത്തെ ഫേസിലേക്ക് കിടക്കുകയാണ്. സോ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഹോപ്പ് ജോയിന്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് കൃത്യമായി കാണാം എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നമ്മുടെ പ്രോജക്റ്റിന്റെ രണ്ടാം ഘട്ടത്തിലെ ഭാഗമായിട്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ അപെക്സ് ടോക്കണിന്റെ ഷെയർ സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇനീഷ്യലി എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തേ എന്നാണ് ആദ്യമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ പ്രൊജക്റ്റിനെ പോലുള്ള ഇത്രയും വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ പ്രൊമോഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത്രയും വലിയൊരു ക്രിപ്റ്റോ പ്രൊജക്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തെ എല്ലാ ഇമ്പോർട്ടൻറ്റ് എക്സ്ചേഞ്ചുകളിലും ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലും അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് നമ്മുടെ ലിക്വിഡിറ്റി കൂട്ടാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഗ്ലോബലി ഇത് മൂവ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പൊ ഇതൊരു വൺ ഡേ സൊല്യൂഷൻ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇതിന്റെ മാർക്കറ്റിംഗിന്റെയും പ്രൊമോഷന്റെയും ഒക്കെ ഭാഗമായി മേജർ ക്രിപ്റ്റോ ഔട്ട് പോസ്റ്റുകളിലൊക്കെയും നമുക്ക് വളരെ ബിഗ് ബഡ്ജറ്റഡ് പ്രോജക്റ്റുകളും പരിപാടികളും നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സിനാണെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ എല്ലാ കമ്പനിക്കാണെങ്കിലും ബോത്ത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഷെയർ നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആയിട്ട് നമ്മുടെ അപെക്സ് ടോക്കൺ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്താണ് നമ്മുടെ ടോക്കണിന്റെ പ്രൈസ്, ഷെയർ പ്രൈസ് എന്താണ്, അതിലെ മന്ത്ലി ROI എത്രയാണ്, എല്ലാ കാര്യങ്ങളും കാണാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പേഴ്സണലി അപെക്സ് ടോക്കണിന്റെ CEO എന്ന നിലയിൽ ഞാൻ പേഴ്സണലി ഇതിനെ വാല്യൂ ചെയ്യുന്നത് ഇതിന് ടോക്കണെയാണ്. ഈ ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ അപെക്സ് ടോക്കണെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബിനാൻസിലേക്ക് ലിസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ ടോക്കണിന്റെ വാല്യൂ സ്കൈ റോക്കറ്റ് ചെയ്ത് പോകും. ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഇതിനെ പർച്ചേസ് ചെയ്യും, ട്രേഡ് ചെയ്യും. അതുപോലെ നമ്മുടെ ലിക്വിഡിറ്റി ഇൻക്രീസ് ആവും. അത് സ്വാഭാവികമായിട്ടും ട്രസ്റ്റും നമ്മുടെ ഇൻക്രീസ്ഡ് ആവും. നമ്മുടെ UK ഹൗസ് ഓഫ് കമ്പനീസ് ആയിരിക്കും നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്യുക. ഇതൊക്കെ ഓൺ റെക്കോർഡ്സിൽ നമ്മുടെ ഷെയർ ഹോൾഡിങ്സ് ഒക്കെ വരികയാണ്. ആൻഡ് ഫ്യൂച്ചറിൽ നമ്മുടെ പ്രോജക്റ്റിനെ DAO ആക്കും. DAO എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ ട്രോൺ, ജസ്റ്റിൻ സണ്ണിന്റെ ട്രോൺ നെറ്റ്വർക്ക് ഒക്കെയും അതായത് USDT ഒക്കെ ഉള്ള ഭാഗമാണ് ആക്ച്വലി ഡാവോ ആണ്. അതായത് നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ആയിരിക്കും ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി. അവർക്കൊക്കെയും വോട്ടിംഗ് പവറുകൾ ഉണ്ടാവും. ഡെമോക്രാറ്റിക് രീതി ഷെയർ ഹോൾഡേഴ്സിനൊക്കെയും ഒരു ഡെമോക്രാറ്റിക് രീതിയിൽ നമ്മൾ ഇതിനെ കൃത്യമായി ആർക്കിടെക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്തതായിട്ട് ഞാൻ മെയിനായിട്ട് നമ്മൾ പറയാനുള്ളത് നമ്മുടെ നിലവിലുള്ള പ്ലാൻ തന്നെ. നിലവിലുള്ള ബൈനറി പ്ലാൻ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും നമ്മുടെ ഇതിൽ വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി തന്നെയാണ് നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ലിസ്റ്റ് ചെയ്യാൻ ലീഡേഴ്സും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും എല്ലാം കൂടെ കൂടിയിട്ടാണ് ട്രസ്റ്റ് വാലറ്റ് ലിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ മുന്നിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് ബിനാൻസിൽ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 1.5 ലക്ഷം ഹോൾഡേഴ്സ് വേണം. ഈ 1.5 ലക്ഷം ഹോൾഡേഴ്സിനെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി തന്നെയാണ്, നമ്മുടെ നിലവിലുള്ള കമ്മ്യൂണിറ്റി ത്രൂ തന്നെയാണ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് ബൈനറിയുടെ നമ്മുടെ നിലവിലുള്ള പ്ലാനുകളുണ്ട്. എല്ലാവരും വളരെ ആക്റ്റീവായിട്ടുണ്ട്. ദിവസവും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പുതിയ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ അറിഞ്ഞ് കേട്ട് വന്ന് നമ്മുടെ ട്രസ്റ്റ് വർത്ത് ആയിട്ടുള്ള നമ്മുടെ കമ്പനിയിലേക്ക് എല്ലാവരും വരുന്നതുണ്ട്. ആ രീതിയിൽ അതിൻ്റെതായ രീതിയിൽ പ്ലാനിനനുസരിച്ച് കൃത്യമായി എല്ലാവരും പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇനി അതിൻ്റെ നമ്മുടെ അടുത്ത സെഷൻ എന്നുള്ളതാണ് നമ്മുടെ എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. നമ്മുടെ ഓൺ എക്സ്ചേഞ്ച് നമ്മൾ എത്രയും പെട്ടെന്ന് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ നമ്മുടെ ഓൺ എക്സ്ചേഞ്ച് വരുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നിലവിൽ ഇപ്പൊ ബിനാൻസ്, KuCoin, അതുപോലെ തന്നെ HTX, ഇത്തരം എക്സ്ചേഞ്ചുകളൊക്കെ നമുക്ക് ട്രസ്റ്റബിൾ തന്നെയാണ്. എന്നാൽ പോലും നമുക്ക് ട്രസ്റ്റബിൾ അല്ലാത്ത, പരിചയമല്ലാത്ത പല എക്സ്ചേഞ്ചുകളുടെയും സഹായങ്ങൾ നമുക്കിപ്പോൾ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ കൗണ്ടർ ചെയ്യാൻ നമ്മുടെ ഓൺ എക്സ്ചേഞ്ച് വന്നാൽ ഇതൊക്കെ നമുക്ക് സാധിക്കും. നമ്മുടെ ഓൺ എക്സ്ചേഞ്ചുകൾ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ തേർഡ് പാർട്ടിയുടെ സഹായം ഇല്ലാതെ നമ്മുടെ ഓൺ എക്സ്ചേഞ്ച് ത്രൂ തന്നെ USDT ആണെങ്കിലും P2P ആണെങ്കിലും ഫ്യൂച്ചർ ട്രേഡിംഗ് ആണെങ്കിലും എല്ലാ ഓപ്ഷൻസും എല്ലാ പ്രൊവിഷൻസും നമ്മുടെ ഈ എക്സ്ചേഞ്ച് ത്രൂ നമുക്ക് വരുന്നതായിരിക്കും. അതിന്റെ ടെക് ഡെവലപ്മെന്റ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു 75% ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ സെക്യൂരിറ്റി ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ ഫിനിഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. UK ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് നമുക്ക് കുറച്ച് നമ്മൾ ഓൾറെഡി ഇനീഷ്യൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാണ്. ഇതിന്റെ കുറച്ച് അപ്രൂവൽ പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ചേഞ്ചിൻ്റെതായ കുറച്ച് അപ്രൂവൽ പെൻഡിങ്ങും വെരിഫിക്കേഷൻസും ഒക്കെ പെൻഡിങ് ആണ്. സോ എന്താണെങ്കിലും നമുക്കൊരു നമുക്ക് ഹോപ്പ് ചെയ്യാം ഈ മന്ത് 30-ാം തീയതിക്കുള്ളിൽ തന്നെ നമ്മുടെ ഓൺ എക്സ്ചേഞ്ച് വരുന്നതായിരിക്കും. അതിനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ഫിനിഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലൊക്കെ ഇത് ലഭിക്കുന്നതായിരിക്കും. അതിന് മുന്നോടിയായി തന്നെ ഇതിന്റെ ബീറ്റ വേർഷൻ നമ്മുടെ ടെസ്റ്റിങ്ങിനായി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഇതിന്റെ APK ഫയൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അത് എത്രയും പെട്ടെന്ന് ലോഞ്ച് ആക്കാനുള്ള എല്ലാ ഇതും തകൃതിയായി നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സപ്പോർട്ട് എല്ലാവരുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രോപ്പർ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം എത്രയും പെട്ടെന്ന് നടക്കുന്നതായിരിക്കും. ആൻഡ് ഇപ്പോ നമ്മൾ വേഗമായിട്ട് പറഞ്ഞു പോയ കുറച്ച് കാര്യങ്ങൾ, ഞാനിപ്പോ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളുണ്ട്. നമ്മുടെ ഷെയർ ഹോൾഡിംഗ്, നമ്മുടെ ഒരു കമ്പനിയുടെ പ്രോജക്റ്റ് സെക്കൻഡ് ഫേസിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ബിനാൻസിലേക്ക് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ടാർഗറ്റ്. അപ്പോൾ അതിലേക്ക് എത്താൻ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മുടെ ഈ കമ്മ്യൂണിറ്റി തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ ആക്റ്റീവായി ഇതേ ലെവലിൽ തന്നെ ഇനിയും കുറെ കൂടെ നന്നായി വർക്കൗട്ട് ചെയ്യാൻ കൂടിയാൽ നമുക്കിത് കുറെ കൂടെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതൊരു ഗ്ലോബൽ ലെവലിലേക്ക് എത്തിക്കുക. ഇതിന്റെ നമ്മുടെ ടോക്കണിന്റെ യൂട്ടിലിറ്റി എല്ലായിടത്തിലേക്കും പോവുക, ലിക്വിഡിറ്റി കൂട്ടുക, ട്രസ്റ്റ് വർത്തി കൂട്ടുക, ക്രെഡിബിലിറ്റി കൂട്ടുക. അതിലൊക്കെ നമുക്ക് സാധിക്കും. ഇപ്പോഴത്തെ നമ്മുടെ പോകുന്ന ട്രാക്കും ട്രെൻഡും എല്ലാം കറക്റ്റാണ്. ബാക്കി കാര്യങ്ങൾ ഇത്തരം കൺഫ്യൂഷൻസോ ബാക്കി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺഫ്യൂഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതൊക്കെ ക്ഷമയോടെ നമ്മുടെ ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഇപ്പോൾ നമ്മുടെ പ്രൊമോട്ടേഴ്സ് ത്രൂ ആണെങ്കിലും ലീഡേഴ്സ് ത്രൂ ആണെങ്കിലും എന്ത് കൺഫ്യൂഷൻസ് ആണെങ്കിലും നമുക്ക് അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എൻ്റെ ഒഫീഷ്യൽ മെയിൽ ID ഞാൻ ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്ത് ക്വറീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇടാം. അതിന് പുറമെ നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് പ്രൊമോട്ടേഴ്സ് ത്രൂവോ അല്ലെങ്കിൽ ലീഡേഴ്സ് ത്രൂവോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ്. സോ താങ്ക് യു സോ മച്ച്.